നമസ്കാരം. ടിസിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. വിളംബരമറിയിച്ച് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നു. തിരുവമ്പാടിയുടെയും പാർമേക്കാവിന്റെയും പൂരച്ചമയം കാണാൻ വൻ ജനത്തിരക്ക്. പൂരം സുരക്ഷയ്ക്കായി 4100ഓളം പോലീസുകാരെ വിന്യസിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രവർത്തനം ആരംഭിച്ചു. മെയ് 3 വരെ ജില്ലയിൽ റേഷൻ വിതരണം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് 30 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചെറുതുരുത്തി സ്വദേശി മോഹനനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിലേക്ക് ഭക്തജനപ്രവാഹം. കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഇരിങ്ങാലക്കുട കാട്ടൂർ തൃപ്രയാർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിനിടയാക്കിയത് ബസ്സുടമകൾ തമ്മിലുള്ള തർക്കം. വാർത്തകൾ വിശദമായി. മണ്ണിലും വിണ്ണിലും വർണ്ണശോഭ വിരിയിക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. ആചാരപ്രകാരം കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി രാവിലെ ക്ഷേത്രദേശക്കാരോടൊപ്പം എറണാകുളം ശിവകുമാറിന്റെ പുറത്ത് എഴുന്നള്ളിയെത്തിയാണ് ആർപ്പുവിളികളും ആരവങ്ങളും ഉയർന്ന മുഹൂർത്തത്തിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട പൂരത്തിനായി തുറന്നു നൽകിയത്. ഭക്തിക്കൊപ്പം പൂരാവേശവും വാനോളം നിറച്ചുകൊണ്ടായിരുന്നു 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറന്നത്. പൂരദിവസം ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ദേവഗുരുവായ കണിമംഗലം ശാസ്താവിനും മറ്റ് ദേവീദേവന്മാർക്കും വേണ്ടിയാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ പൂരത്തലേന്നുള്ള തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങ്. രാവിലെ വിശേഷാൽ പൂജകൾക്കും ആറാട്ടിനും ശേഷമാണ് നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി നെയ്തലക്കാവിലമ്മ പൂരനഗരിയിൽ എത്തിയത്. തുടർന്ന് മണികണ്ഠനാലിൽ മേളരത്നം കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ മേളത്തിന് ശേഷം നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്തെത്തി. പിന്നീട് നിലപാട് തറയിൽ നെയ്തലക്കാവിലമ്മ കയറി നിന്നതോടെ തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് 3 തവണ മാരാർ ശംഖുനാഥം മുഴക്കി. തുടർന്ന് പടിഞ്ഞാറെ ഗോപുര നടവഴി വടക്കുന്നാഥനിൽ പ്രവേശിച്ച ശേഷം കുമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ കഴിഞ്ഞ് തെക്കേ ഗോപുരനട ഭഗവതി തുറന്നു. മേളം കൊട്ടിക്കലാശിച്ച ശേഷം ദേവി വീണ്ടും നിലപാട് തറയിൽ കയറി നിന്ന് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങി. തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങ് ടിസിവി തത്സമയം സംപ്രേഷണം ചെയ്തു. ടിസിവി തൃശൂർ. 1 വർഷത്തെ നീണ്ട ഒരുക്കങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ടുകൊണ്ട് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ മതിവര കാഴ്ചകളൊരുക്കി നാടും നഗരവും പൂരത്തിനൊരുങ്ങി. നാളെയാണ് 36 മണിക്കൂർ നീളുന്ന പ്രസിദ്ധമായ തൃശൂർ പൂരം. വർണ്ണനാഥ വിസ്മയങ്ങളുടെ ദേവോത്സവമായ തൃശൂർ പൂരത്തിന് അരങ്ങുണരുന്നതും കാത്തിരിക്കുകയാണ് ലോകമെങ്ങുമുള്ള ഓരോ പൂരപ്രേമികളും. തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവ് വിഭാഗവും പൂരപങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളും വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് എഴുന്നള്ളിയെത്തുന്നതോടെ ആതിഥേയരായ വടക്കുന്നാഥന്റെ മണ്ണ് പൂരഭൂമിയായി മാറും. നഗരവീഥികളും നാട്ടുവഴികളുമെല്ലാം മേളപ്പെരുക്കവും ആനകളുടെ ചങ്ങലക്കിലുക്കവും കൊണ്ട് മുഖരിതമാകും. 1.5 ദിവസം നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരം പുലരുന്നത് വടക്കുന്നാഥനിൽ നിന്നാണ്. പൂരം നാളിൽ 7:30 വെളുപ്പിന് വടക്കുന്നാഥനിൽ കതിന മുഴങ്ങുന്നതോടെ പൂരം പുലരുകയായി. പൂരത്തിന് അരങ്ങുണരുന്നതും അവസാനിക്കുന്നതും വടക്കുന്നാഥ ക്ഷേത്രത്തിലാണെങ്കിലും വടക്കുന്നാഥൻ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമാണ്. രാവിലെ 6:30 കണിമംഗലം ശാസ്താവാണ് പൂരത്തിൽ പങ്കെടുക്കാൻ ആദ്യം എത്തുന്നത്. പിന്നെ ഒന്നൊന്നായി ചെറുപൂരങ്ങൾ എത്തും. കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, പനമുക്കംപിള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്തിയായനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി എന്നീ ഘടകക്ഷേത്രങ്ങളിലെ ദേവികളെത്തും. തുടർന്ന് നാദവിസ്മയം തീർക്കുന്ന തിരുവമ്പാടിയുടെ മഠത്തിൽ വരവും ഇലഞ്ഞിയുടെ ചുവട്ടിൽ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറമേളവും അരങ്ങ് തകർക്കും. പൂരത്തിന്റെ പ്രധാന ആകർഷണമായ തെക്കോട്ടിറക്കം കഴിഞ്ഞാൽ പിന്നെ കുടമാറ്റത്തിന്റെ ദൃശ്യചാരുത പകരുന്ന അവിസ്മരണീയ മുഹൂർത്തമാണ്. തിങ്ങി നിറഞ്ഞ ജനലക്ഷങ്ങൾ സാക്ഷിയാകുന്ന കുടമാറ്റം കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ പകൽപൂരത്തിന്റെ തനിയാവർത്തനം. പിന്നെ മണ്ണിലും വിണ്ണിലും വർണ്ണശബ്ദ ചാരുത പകരുന്ന പ്രസിദ്ധമായ തൃശൂർ പൂരം വെടിക്കെട്ട്. പുലർച്ചെ വെടിക്കെട്ട് കഴിഞ്ഞാൽ
പൂരപ്പിറ്റേന്ന് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങോടെ 1.5 ദിവസം നീണ്ടുനിൽക്കുന്ന തൃശൂർ പൂരത്തിന് സമാപനമാകും. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും പൂരച്ചമയം കാണാൻ വൻ ജനത്തിരക്ക്. വില്ലനായെത്തിയ മഴയെ കൂസാതെ നനഞ്ഞും കുടചൂടിയും തൃശൂരിന്റെ പൂരാവേശം. വൻ ജനാവലിയാണ് പൂരച്ചമയം ആസ്വദിക്കാൻ പാറമേക്കാവിന്റെ അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തുഭത്തിലുമെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ കുടചൂടിയാണ് ജനങ്ങൾ പൂരച്ചമയം കാണാനുള്ള ക്യൂവിൽ അണിചേർന്നത്. വർണ്ണവിസ്മയവും വൈവിധ്യ മനോഹാരിതയും സമന്വയിച്ച പട്ടുകുടകളും സ്വർണ്ണത്തിളക്കമാർന്ന കോലങ്ങളും നെറ്റിപ്പട്ടങ്ങളും ആലവട്ടങ്ങളും ആനയലങ്കാരങ്ങളും ആലവട്ട വെൺചാമരങ്ങളും ആസ്വാദകർക്ക് വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ചു. ഇന്നലെയാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം തുടങ്ങിയത്. ഇരു വിഭാഗത്തിന്റെയും ചമയ പ്രദർശനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിലും സംഘവും സന്ദർശിച്ചു. പൂരത്തിന് ഇത്തവണ എത്തുന്നത് 97ഓളം ഗജവീരന്മാർ. ഇരുവിഭാഗത്തിനുമായി എത്തിച്ച ആനകളെ പൂരപ്പറമ്പിലും ക്ഷേത്ര പരിസരത്തും അണിനിരത്തി. പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനകളെ ക്ഷേത്ര പരിസരത്തും തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനകളെ CMS സ്കൂൾ പരിസരത്തുമാണ് അണിനിരത്തിയത്. ആനച്ചന്തം കാണാൻ പൂരപ്പറമ്പിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. ആനകളുടെ ശാരീരിക ക്ഷമത പരിശോധന നടന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വെറ്റിനറി വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ചിപ്പ് റീഡർ ഉപയോഗിച്ചാണ് ആനകളുടെ തിരിച്ചറിയൽ പരിശോധന നടത്തിയത്. മുറിവുകൾ, മദപ്പാട്, ലക്ഷണങ്ങൾ, അനുസരണക്കേട് എന്നിവയെല്ലാമാണ് പരിശോധനയിൽ പരിഗണിച്ചത്. ചൂട് പ്രതിരോധിക്കുന്നതിനായി വെള്ളം, തണ്ണിമത്തൻ, പട്ട, കുക്കുംബർ തുടങ്ങിയ ഭക്ഷണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി മയക്കുവെടി വിദഗ്ധരും പൂരപ്പറമ്പിൽ സേവനത്തിനുണ്ട്. തൃശൂർ പൂരത്തിന് ഇത്തവണ സുരക്ഷയൊരുക്കുന്നത് 4100ഓളം പോലീസ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നാണ് പോലീസ് സേന എത്തിയിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 40ഓളം പേർ ഡ്യൂട്ടിക്കുണ്ടാകും. പൂരനഗരിയെ 8 സെക്ടറുകളായി തിരിച്ചാണ് സുരക്ഷയൊരുക്കുന്നത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മണിക്കൂർ ഇടവിട്ട് പരിശോധന നടത്തും. തേക്കിൻകാട് മൈതാനിയിൽ പോലീസിന്റെ പ്രത്യേക കൺട്രോൾ റൂം പൂരനാളിൽ പ്രവർത്തിക്കും. 475ഓളം നിരീക്ഷണ ക്യാമറകളാണ് റൌണ്ടിലും പരിസര പ്രദേശങ്ങളിലുമായി ഒരുക്കിയിരിക്കുന്നത്. പൂരത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രവർത്തനം ആരംഭിച്ചു. 3 ദിവസം നീണ്ട തകരാർ പരിഹരിച്ച് ഇപോസ് സംവിധാനം വഴിയുള്ള റേഷൻ വിതരണം തുടങ്ങാനായിട്ടുണ്ട്. റേഷൻ വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ഈ മാസത്തെ റേഷൻ വിതരണത്തിനുള്ള സമയം 5-ാം തീയതി വരെ നീട്ടി. ജില്ലയിൽ മെയ് 3-ാം തീയതി വരെ രാവിലെ 8 മണി മുതൽ 1 മണി വരെയാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക. മെയ് 4-നും 5-നും റേഷൻ കടകൾ സാധാരണ പോലെ പ്രവർത്തിക്കും. മെയ് 6 മുതൽ മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. സെർവർ തകരാറിനെ തുടർന്ന് 3 ദിവസമാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ടത്. അതേസമയം ജില്ലയിൽ രാവിലെ 8-ന് റേഷൻ വിതരണം സുഗമമായി ആരംഭിച്ചെങ്കിലും ചിലയിടങ്ങളിൽ ഇപോസ് മെഷീനിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നതായി റേഷൻ വ്യാപാരികൾ പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതിയെ വിവിധ വകുപ്പുകളിലായി 30 വർഷം തടവിനും 1.5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചു. ചെറുതുരുത്തി സ്വദേശി പാനൂലി മഠത്തിൽ മോഹനനെയാണ് ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് ബിന്ദു സുധാകരൻ ശിക്ഷിച്ചത്. പോക്സോ നിയമപ്രകാരം 20 വർഷം കഠിന തടവും 1 ലക്ഷം രൂപയും, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 10 വർഷം തടവും 50,000 രൂപ ആണ് പിഴയായി വിധിച്ചത്. 2018-19 കാലയളവിലാണ് പ്രതി കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പിഴയടയ്ക്കാത്ത പക്ഷം 11 മാസം കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിലെ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. വിശ്വാസ തീക്ഷ്ണതയോടെ 10,000 തീർത്ഥകേന്ദ്രത്തിലെത്തി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പൊതുവണക്കത്തിനായി ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രത്യേകം അലങ്കരിച്ച രൂപക്കൂടുകളിൽ പ്രതിഷ്ഠിച്ചു. നൈവേദ്യ പൂജയ്ക്ക് ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ സഹകാർമ്മികനായിരുന്നു. നേർച്ചയൂട്ട് ഞായറാഴ്ച ഉച്ചവരെ തുടരും. ഞായറാഴ്ച രാവിലെ 4:30 മുതൽ 9 മണി വരെ തുടർച്ചയായി തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലി ഉണ്ടായിരിക്കും. തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവർട്ടി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തിരുമുറ്റ വാദ്യമേളത്തിന്റെ ഫ്യൂഷൻ ആസ്വാദകർക്ക് ആവേശമായി. ബാൻഡ് വാദ്യവും വാട്ടർ ഡ്രമ്മും സമന്വയിച്ച് നടന്ന മ്യൂസിക് ഫ്യൂഷൻ തിരുനാളിനെത്തിയവർക്ക് ദൃശ്യശ്രാവ്യ വിരുന്നായി.
തകർത്ത് പെയ്ത വേനൽ മഴയ്ക്കും ആസ്വാദകരുടെ ആവേശം തണുപ്പിക്കാനായില്ല. രാഗദീപം മുണ്ടത്തിക്കോട് ഹിറ്റ് ഗാനങ്ങളും ചടുല താളവുമായി മിന്നിയപ്പോൾ റോക്ക് സിറ്റി ബാൻഡാണ് വാട്ടർ ഡ്രമ്മിൽ തിളങ്ങിയത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ മ്യൂസിക് ഫ്യൂഷൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കാട്ടൂർ തൃപ്രയാർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ഭാഗികമായി പണിമുടക്കി. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പണിമുടക്കിനിടയാക്കിയത്. ചില ബസ്സുകൾ മേഖലയിൽ സർവീസ് നടത്തുന്നുണ്ട്. സമയത്തെ ചൊല്ലി ഏറെ നാളുകളായി ബസ്സുടമകൾ തമ്മിൽ തർക്കം നടക്കുന്നുണ്ട്. പോലീസ് RTO ഉദ്യോഗസ്ഥർ പ്രശ്നത്തിൽ ഇടപെട്ട് നിരവധി തവണ ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരം കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം സമയക്രമത്തെ ചൊല്ലി ഹരിറാം ബസ്സിലെ ജീവനക്കാരനെ മറ്റൊരു ബസ്സിലെ ഡ്രൈവറുടെ സഹോദരൻ മർദ്ദിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഒരു വിഭാഗം ബസ് ജീവനക്കാർ പണിമുടക്ക് നടത്തിയത്. സാമൂഹ്യ മാറ്റത്തിനുള്ള ഏറ്റവും നല്ല ഉപകരണമാണ് എഴുത്തെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കവികളുടെ കൂട്ടായ്മയായ കാവ്യശിഖ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ വാക്കില ക്യാമ്പ് തൃശൂർ കേരളവർമ്മ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൂടുവിട്ട് കൂടുമാറാനുള്ള കഴിവ് എഴുത്തുകാരന് വേണമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി കെ രാജൻ, ഡോക്ടർ സി രാവുണ്ണി, സാറ ജോസഫ്, പ്രിയനന്ദനൻ, അശോകൻ ചെരുവിൽ, ഡോക്ടർ MN വിനയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഓട്ടിസം ബാധിതർക്കായി നിപ്മറും ഓട്ടിസം ക്ലബ്ബും ചേർന്നൊരുക്കിയ വേനൽക്കാല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെയ് 7 വരെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുക. സംസ്ഥാനതലത്തിൽ ബെസ്റ്റ് ഇന്നവേഷൻ അവാർഡ് നേടിയ ML ശോഭിയെ ചടങ്ങിൽ ഉപഹാരം നൽകി മന്ത്രി ആദരിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. തൃശൂർ പൂരത്തിന്റെ പ്രൌഢി വിളിച്ചോതി നഗരത്തിൽ വാനോളം ഉയർന്നു നിൽക്കുന്ന തിരുവമ്പാടി പാർമേക്കാവ് വിഭാഗങ്ങളുടെ പൂരപ്പന്തലുകൾ പൂരപ്രേമികൾക്ക് നയനമനോഹര കാഴ്ചയാകുന്നു. പൂരാവേശത്തിന് മാറ്റുകൂട്ടുന്ന പന്തലുകളാണ് മണികണ്ഠനാലിലും നടുവിലാലിലും നായ്ക്കനാലിലുമായി ഉയർന്നിരിക്കുന്നത്. പന്തലുകൾ LED ഡിജിറ്റൽ ബൾബുകളാൽ ദീപാലങ്കാരമായതോടെ പൂരാവേശം ഉച്ചസ്ഥായിലായി. ഇരുവിഭാഗവും ഈ മേഖലയിൽ വർഷങ്ങളുടെ പ്രാവീണ്യമുള്ള പന്തലുകാരെയാണ് നിർമ്മാണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. പാർമേക്കാവ് വിഭാഗത്തിനായി മണികണ്ഠനാലിൽ പന്തലൊരുക്കിയിരിക്കുന്നത് ആറാട്ടുപുഴ സ്വദേശി മണവത്ത് വീട്ടിൽ കൃഷ്ണകുമാറാണ്. 2.5 പതിറ്റാണ്ടിലേറെ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഇത് 2ാം തവണയാണ് തൃശൂർ പൂരത്തിനായി പന്തലൊരുക്കുന്നത്. പന്തൽ പണിക്കാരും ദീപാലങ്കാരം ചെയ്യുന്നവരുമടക്കം 30ഓളം പേരാണ് കൃഷ്ണകുമാറിനോടൊപ്പം നിർമ്മാണ രംഗത്ത് ഉണ്ടായിരുന്നത്. 1.5 ലക്ഷത്തിലധികം LED ബൾബുകൾ ഉപയോഗിച്ചാണ് പന്തൽ ദീപാലംകൃതമാക്കിയിരിക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി നടുവിലാലിലും നായ്ക്കനാലിലും പന്തലുകൾ ഒരുക്കിയിരിക്കുന്നത് ചെറുതുരുത്തി സ്വദേശി മാളിയേക്കൽ സെയ്തലവിയാണ്. കഴിഞ്ഞ 13 വർഷമായി ഇദ്ദേഹമാണ് തൃശൂർ പൂരത്തിന് പന്തൽ ഒരുക്കി വരുന്നത്. 30ഓളം തൊഴിലാളികളാണ് ഈ കഠിനാധ്വാനത്തിന് പിന്നിൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉയരക്കൂടുതലുള്ള ഗോപുരമാതൃകയിലുള്ള പന്തലുകളാണ് നടുവിലാലിലും നായ്ക്കനാലിലും തിരുവമ്പാടി വിഭാഗത്തിനായി ഉയർന്നിരിക്കുന്നത്. 2 ലക്ഷത്തോളം ഡിജിറ്റൽ ബൾബുകളാലാണ് പന്തൽ ദീപാലങ്കാരമായിരിക്കുന്നത്. തൃശൂർ പൂരത്തിന് മാത്രമല്ല നിരവധി പ്രമുഖ പൂരങ്ങൾക്കും സ്ഥിരമായി പന്തലൊരുക്കുന്നതും സെയ്തലവിയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരത്തിന് 28 വർഷത്തോളം തിരുവമ്പാടി കണ്ണന്റെ കോലം ഏറ്റിയ ഗജകേസരി തിരുവമ്പാടി വലിയ ചന്ദ്രശേഖരന്റെ കൊമ്പ് ക്ഷേത്രത്തിൽ അനാച്ഛാദനം ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി തിരുവമ്പാടിക്ക് വേണ്ടി തിടമ്പേറ്റുന്ന ചെറിയ ചന്ദ്രശേഖരനാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കൊമ്പ് അനാച്ഛാദനം ചെയ്തത്. ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ഗജസ്റ്റേഷൻ വലിയ ചന്ദ്രശേഖരൻ ചരിഞ്ഞ ശേഷം ആ കൊമ്പുകൾ ക്ഷേത്രത്തിൽ സ്ഥാപിക്കണമെന്നത് വളരെ കാലത്തെ ആഗ്രഹമായിരുന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ പറഞ്ഞു. 3 പതിറ്റാണ്ട് കാലം തിടമ്പേറ്റിയിരുന്ന നമ്മുടെ ഗജശ്രേഷ്ഠൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ചെരിഞ്ഞതിന് ശേഷം ആ കൊമ്പുകൾ വനംവകുപ്പിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതിവിടെ ഭഗവാന്റെ നടയിൽ സ്ഥാപിക്കണമെന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ആ കൊമ്പുകൾ അതിമനോഹരമാക്കി അതിനു വേണ്ട മറ്റുള്ള കൊത്തുപണികൾ തേക്കുമരത്തിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് ഇന്ന് ഭഗവാന്റെ തന്നെ തിടമ്പേറ്റുന്ന ചെറിയ ചന്ദ്രശേഖരൻ എന്ന ആനയെ കൊണ്ട് ആ കയറ് വലിച്ച് അനാച്ഛാദനം ചെയ്ത് ഇന്ന് ആ മനോഹരമായ കൊമ്പുകൾ ഭഗവാനും ഭഗവതിക്കും സമർപ്പിച്ചിരിക്കുകയാണ്. പൂരനാളുകളിൽ ക്ഷേത്രത്തിൽ വലിയ ചന്ദ്രശേഖരന്റെ കൊമ്പുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞത് തട്ടകക്കാർക്ക് വലിയ സന്തോഷമാണെന്ന് സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. നമ്മുടെ തിരുവമ്പാടി തട്ടകത്തെ ആൾക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ പൂരനാളുകളിൽ നമ്മുടെ തിരുവമ്പാടി
ഭഗവതിയുടെയും ഭഗവാന്റെയും ഏകദേശം 28 വർഷക്കാലം തിടമ്പേറ്റിയ വലിയ ചന്ദ്രശേഖരൻ്റെ ആ കൊമ്പുകൾ ഇന്ന് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ഭഗവാന്റെ നടക്കിൽ സമർപ്പിക്കാൻ ഇപ്പോൾ 5 വർഷക്കാലമായി തിരുവമ്പാടി ഭഗവാന്റെയും ഭഗവതിയുടെയും തിടമ്പേറ്റുന്ന ചന്ദ്രശേഖരൻ തന്നെയാണ് അതിന് ഏക അവകാശി. ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും വലിയ ചന്ദ്രശേഖരനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ഗിരിദാസ് പറഞ്ഞു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിൻ്റെ ദാസനാണ് കേശവൻ. കേശവൻ്റെ കൊമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവമ്പാടി കണ്ണൻ്റെ ദാസനായിരുന്നു ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ്റെ കൊമ്പ് ഇവിടെ വയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. TCV ന്യൂസ് തൃശൂർ. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് കാണികളിൽ വർണ്ണവിസ്മയവും മത്സരാവേശവും നിറയ്ക്കുന്ന കുടമാറ്റം. ഇത്തവണ നിരവധി സ്പെഷ്യൽ കുടകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കുടമാറ്റത്തിന് കമനീയവും വൈവിധ്യവുമാർന്നതുമായ മുത്തുകുടകൾക്കും വർണ്ണക്കുടകൾക്കുമൊപ്പം ഇത്തവണ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളിലായി നിരവധി സ്പെഷ്യൽ കുടകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പാറമേക്കാവിന്റെ കുട നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കുന്നത്തങ്ങാടി സ്വദേശി കിഴക്കേപുരയ്ക്കൽ വസന്തനും തിരുവമ്പാടിക്ക് വേണ്ടി വർണ്ണക്കുടകളുടെ വിസ്മയം തീർക്കുന്നത് അരനാട്ടുകര സ്വദേശി പുരുഷോത്തമനും സംഘവുമാണ്. പുലിക്കളി, കാന്താരത്തെയ്യം, ശിവൻ, ഹനുമാൻ, നടരാജ വിഗ്രഹം, പുലിമുഖം തുടങ്ങി ഇത്തവണ നിരവധി സ്പെഷ്യൽ കുടകളാണ് പ്രസാദ്, സനിൽ, സജിൻ, അമൽ എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ കുടമാറ്റ സമയത്ത് മാത്രം രഹസ്യ ചുരുളുകൾ നിവർത്തുന്ന സ്പെഷ്യൽ കുടകളും ഇരു ദേവസ്വങ്ങളുടെയും പണിശാലകളിൽ അരനൂറ്റാണ്ടിലേറെയായി തൃശൂർ പൂരത്തിൽ നിറസാന്നിധ്യമായിരുന്ന ഗജകാരണവർ ശങ്കരംകുളങ്ങര മണികണ്ഠനെ തൃശൂർ യുവസംസ്കാരയും പൂങ്കുന്നം പൌരാവലിയും ചേർന്ന് ആദരിച്ചു. വടക്കുംനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ ഗജകേസരിയെ ആദരിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കേശവദാസ് തുടങ്ങി പൂങ്കുന്നം പൌരാവലിയുടെയും യുവസംസ്കാരിയുടെയും പ്രവർത്തകരും ആനപ്രേമികളും സന്നിഹിതരായിരുന്നു. തുമ്പൂർമുഴി വലതുകര കനാലിന്റെ അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് ആവശ്യപ്പെടുമ്പോഴെല്ലാം വെള്ളം നൽകുന്നുണ്ടെന്ന ജലവകുപ്പിന്റെ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് ജനപ്രതിനിധികൾ. ഈ വേനൽക്കാലത്ത് 3 തവണ മാത്രമാണ് അഷ്ടമിച്ചിറ വരെ വെള്ളം എത്തിയിട്ടുള്ളത്. എന്നാൽ കനാൽ അവസാനിക്കുന്ന മാളാചാലിലേക്ക് ഒരു ദിവസം പോലും വെള്ളം എത്തിയിട്ടില്ല. ആവശ്യപ്പെടാത്തതിന്റെ പേരിലാണ് വെള്ളം നൽകാത്തതെന്ന വിചിത്രവാദം നടത്തിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ VR സുനിൽകുമാർ MLA ചൊവ്വാഴ്ച മാളയിൽ നടത്തുന്ന യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. കനാലിൽ വെള്ളം എത്താത്തതിനാൽ കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്നതും കൃഷിയിടങ്ങൾ ഉണങ്ങുന്നതും സംബന്ധിച്ച് കർഷകർ നിരന്തരം പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക്, വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, മെമ്പർമാരായ ജിജു മാടപ്പള്ളി, ജിയോ കൊടിയൻ എന്നിവർ MLAയുമായി ചർച്ച നടത്തിയത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർഷകരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരതി കൃഷക് ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വിജയകരമായി മുന്നേറുന്നു. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെ കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് ഭാരതി കൃഷക് ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത്. കാർഷിക ഉന്നമനത്തിനായി തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒരു കൂട്ടം കർഷകരാണ് സൊസൈറ്റി രൂപീകരിച്ചത്. കർഷകരിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കലും ആരോഗ്യ സംരക്ഷണത്തിനായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യലും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളാണ്. BK ധനലക്ഷ്മി ഉൽപ്പന്നങ്ങളായ ബനാന സ്റ്റെം എക്സ്ട്രാക്ട്, ഡൈബോ കെയർ, ഒമാം വാട്ടർ, പൈലക്സ് ജ്യൂസ്, സ്ലിം ഫിറ്റ് ജ്യൂസ് എന്നിവയ്ക്ക് വിപണിയിൽ പ്രിയമേറിക്കഴിഞ്ഞു. BK അഗ്രി മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി, BKD ഹെർബൽസ് ഞങ്ങൾ ഇറക്കുന്ന വാഴപ്പിണ്ടി ജ്യൂസ്. ഇത് വാഴപ്പിണ്ടി ജ്യൂസ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോൺ, മൂത്രക്കല്ല്, പിന്നെ വയറിന് അസ്വസ്ഥതകൾ, ഗ്യാസ് എന്നിങ്ങനെ ഇതിനൊക്കെ വളരെ പരിഹാരമുള്ളൊരു ജ്യൂസാണ്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഹെർബൽസാണ്. ഇതൊരു മെഡിക്കലിൻ്റെ എല്ലാ വക അംഗീകാരങ്ങളും ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിച്ചത് വളരെ ഫലപ്രദമാണ്. നന്നായി ഇതിൻ്റെ കമ്പനി ഉള്ളത് മധുരയിലാണ്. നമ്മുടെ ഈ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് BKD. സൊസൈറ്റി അംഗങ്ങളായ കർഷകരിൽ നിന്നും കോൺട്രിബ്യൂഷൻ സ്വീകരിച്ച് കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയും ഇവയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം അംഗങ്ങളായ കർഷകർക്ക് നൽകുകയും ചെയ്യുന്നതിലൂടെയുള്ള പ്രവർത്തന മികവിന് വിവിധ പുരസ്കാര നേട്ടങ്ങളും BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്വന്തമാക്കി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 6282901400 8089802248.
തൃശൂർ മിനർവ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിലെ ട്രാഫിക് പോലീസുകാർക്കും ഈസ്റ്റ് സ്റ്റേഷനിലെ പോലീസുകാർക്കും TCVക്കും കുടകൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയരായ തൃശൂർ മിനർവ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് പൂരത്തോടനുബന്ധിച്ച് ട്രാഫിക് പോലീസുകാർക്കും ഈസ്റ്റ് സ്റ്റേഷനിലെ പോലീസുകാർക്കും TCVക്കും കുടകൾ വിതരണം ചെയ്തത്. തൃശൂർ ട്രാഫിക് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ട്രാഫിക് പോലീസിനു വേണ്ടി SI P ബിനനും ഈസ്റ്റ് പോലീസിനു വേണ്ടി SHO ലാൽകുമാറും TCVക്ക് വേണ്ടി പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണയും കുടകൾ ഏറ്റുവാങ്ങി. തൃശൂർ മിനർവ അക്കാദമി ഡയറക്ടർമാരായ C രാജേഷ്, CV കമലാസൻ, ബിനിൻ വിൻസി എന്നിവർ ചേർന്ന് കുടകൾ കൈമാറി. പൂരത്തിരക്കിൽ മണികണ്ഠനാൽ ഗണപതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് പണം കവർന്ന പ്രതി പിടിയിലായി. തമിഴ്നാട് സ്വദേശി മാധവാണ് പിടിയിലായത്. നൈറ്റ് പെട്രോളിംഗ് നടത്തിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. പൂരവിളംബരമറിയിച്ച നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നു. തിരുവമ്പാടിയുടെയും പാർമേക്കാവിന്റെയും പൂരച്ചമയം കാണാൻ വൻ ജനത്തിരക്ക്. പൂരം സുരക്ഷയ്ക്കായി 4100ഓളം പോലീസുകാരെ വിന്യസിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രവർത്തനം ആരംഭിച്ചു. മെയ് 3 വരെ ജില്ലയിൽ റേഷൻ വിതരണം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതിയെ 30 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചെറുതുരുത്തി സ്വദേശി മോഹനനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിലേക്ക് ഭക്തജനപ്രവാഹം. കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഇരിങ്ങാലക്കുട കാട്ടൂർ തൃപ്രയാർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. പണിമുടക്കിനിടയാക്കിയത് ബസ് ഉടമകൾ തമ്മിലുള്ള തർക്കം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.